ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ മൈദയും മുട്ടയും ഷുഗറും ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാലേ വിശ്വസിച്ചേ പറ്റൂ. അത്രയ്ക്കും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു 10 മിനിറ്റെല്ലാം മതിയാവട്ടെ ഇത് ഉണ്ടാക്കാൻ. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് റാഗി പൗഡർ കൊണ്ടാണ്. 1 കപ്പ് റാഗി പൗഡർ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ 1/4 കപ്പ് നമ്മുടെ ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പാലാണ് വേണ്ടത്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പാലൊഴിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഓരോരാളും എടുക്കുന്ന മെഷർമെന്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ പാൽ 1 കപ്പ് ഒരുമിച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ലൂസായി പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ കേക്കെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു തിക്നെസ്സിൽ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. അതിൻ്റെ അടിയിലായിട്ട് പഴയ ഒരു തളികയോ അല്ലെങ്കിൽ ദോശക്കല്ലോ മറ്റോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ സോസ് പാൻ വെച്ച് കൊടുക്കേണ്ടത്. നെയ്യ് ചൂടായിട്ട് വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റാഗി കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഏറ്റവും ചെറിയ തീയിലാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓവനിലും ബേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിനി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മുടെ സാധാരണ കേക്കിനേക്കാളും ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചോക്ലേറ്റ് കേക്കെല്ലാം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.